നമസ്കാരം. കൊച്ചി കടൽ തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ കപ്പൽ കടലിൽ ഇന്ന് രാവിലോടുകൂടി മുങ്ങിയിരിക്കുകയാണ്. MSC എൽസ 3 എന്ന കപ്പലാണ് കടലിൽ മുങ്ങിയത്. സംസ്ഥാന സർക്കാരിനെ കോസ്റ്റ് ഗാർഡ് ഇക്കാര്യം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു യോഗവും നടക്കുന്നുണ്ട്. കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകളും മുങ്ങി. വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും പുറപ്പെട്ട കപ്പൽ ഇന്നലെയാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറുകൾ കൊച്ചി, ആലപ്പുഴ തീരങ്ങളിൽ എത്തുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൊല്ലം, തിരുവനന്തപുരം തീരത്തും കണ്ടെയ്നറുകൾ എത്താൻ സാധ്യതയുണ്ട്. ഡിഫൻസ് PRO കൂടുതൽ വിവരങ്ങൾ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ടെയ്നറുകൾ മറ്റൊരു കപ്പലിലേക്ക് മാറ്റി തീരത്തേക്ക് അടുപ്പിക്കാനായിരുന്നു പദ്ധതി. കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തീരങ്ങളിൽ അടിയാൻ കൂടുതൽ സാധ്യതയുണ്ട്. എറണാകുളം, ആലപ്പുഴ തീരങ്ങളാണ് കൂടുതൽ സാധ്യതയെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും അടിഞ്ഞേക്കുമെന്നും ഒരു മുന്നറിയിപ്പുണ്ട്. കാർഗോയിൽ മറൈൻ ഗ്യാസ് ഓയിൽ ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചെറിയ തോതിൽ സൾഫർ അടങ്ങിയ എണ്ണയാണ് മറൈൻ ഗ്യാസ് ഓയിൽ. ഈ കാർഗോ തീരത്ത് അടിഞ്ഞാൽ പൊതുജനങ്ങൾ ഒരു കാരണവശാലും ഇത് തുറക്കുകയോ സ്പർശിക്കുകയോ ചെയ്യരുത് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ഒരു ശക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ലൈബീരിയൻ പതാകയാണ് കപ്പലിനുള്ളത്. ഇതിനർത്ഥം കപ്പൽ ലൈബീരിയയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. കാരണം നികുതി ഇളവ് നേടാൻ ഭൂരിഭാഗം ചരക്ക് കപ്പലും ലൈബീരിയയിൽ രജിസ്റ്റർ ചെയ്യുകയാണ് പതിവ്. ചരക്ക് കപ്പൽ ചരിയാനുള്ള പ്രധാന കാരണം ഇനി വേണം കണ്ടുപിടിക്കാൻ. കാരണം മൺസൂൺ സീസൺ തുടക്കമായതോടെ അറബിക്കടലിൽ ചുഴലിക്കാറ്റിന് സാധ്യതയുണ്ടായിരുന്നു. ശക്തമായ കാറ്റിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടേക്കാം. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ക്യാപ്റ്റൻ അവഗണിച്ചോ എന്നൊരു സംശയം ഇപ്പോൾ ഇന്ത്യൻ നേവിക്കും കോസ്റ്റ് ഗാർഡിനും ഒരു സംശയം അവർ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. കാലാവസ്ഥ സൂക്ഷ്മമായി വിലയിരുത്തിയാണ് കപ്പലുകൾ യാത്രാപഥം നിർണ്ണയിക്കുന്നത്. കടൽക്ഷോഭത്തെ ഒഴിവാക്കി കപ്പൽ തിരിച്ചുവിടുകയാണ് പതിവ്. ഇന്നലെ MSC LC 3 എന്തുകൊണ്ട് യാത്ര മാറ്റിയില്ല എന്നാണ് ഇനി അറിയേണ്ടത്. കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്നും കടലിൽ പതിക്കുന്നത് അസാധാരണമാണ്. കണ്ടെയ്നറുകൾ അടുക്കി ലോക്ക് ചെയ്ത ശേഷം ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് പരസ്പരം കപ്പലുകളുമായി ബന്ധിപ്പിക്കും. ലാഷിംഗ് എന്ന പ്രക്രിയ കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിൽ പെട്ടാൽ മാത്രമേ കണ്ടെയ്നറുകൾ മറിഞ്ഞ് കടലിലേക്ക് വിടാനുള്ള സാധ്യത കൂടുതലുള്ളൂ. ചെറിയ ചുഴികളിൽ എങ്ങനെ സംഭവിക്കുക പതിവില്ല. ലാഷിംഗ് കൃത്യമായോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് കപ്പലിലെ ചീഫ് ഓഫീസറും അതോടൊപ്പം തന്നെ ഡെക്ക് ഓഫീസറുമാണ്. ലാഷിംഗ് പിഴവുകൾ സംഭവിച്ചിരിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. കപ്പലിലെ ക്യാപ്റ്റനെയും അതോടൊപ്പം തന്നെ ജീവനക്കാരെയും INS സുജാതയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണതോടെയാണ് കപ്പൽ മുങ്ങാൻ ആരംഭിച്ചത്. കോസ്റ്റ് ഗാർഡും നാവികസേനയും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. പുലർച്ചെ 7 മണിവരെ കപ്പൽ സുരക്ഷിതമാണെന്ന വിവരമാണ് പുറത്തു വന്നത്. കടൽ പ്രക്ഷുബ്ധമായതോടെയാണ് സ്ഥിതിഗതികൾ മാറി മറിഞ്ഞത്. കപ്പലിനുള്ളിലേക്ക് കൂടുതൽ വെള്ളം കയറുകയാണ് ഉണ്ടായത്. വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് പോയ MSC എൽസ 3 എന്ന കപ്പലാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത്. നാവികസേനയുടെ ഡ്രോണിയർ ഹെലികോപ്റ്ററുകളും ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിരുന്നു. വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലെത്തി പിന്നീട് തൂത്തുക്കുടിയിലേക്ക് പോകേണ്ടതായിരുന്നു കപ്പൽ. 9 കണ്ടെയ്നറുകൾ കടലിൽ വീണു എന്നാണ് ഇന്നലെ വന്ന വിവരം. ഇതിനെ തുടർന്ന് തീരമേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചത്. കടലിൽ വീണ കണ്ടെയ്നറുകൾ എറണാകുളം, ആലപ്പുഴ തീരത്ത് അടിയാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ദുരന്ത നിവാരണ അധികൃതർ പറയുന്നത്. കൊല്ലം, തിരുവനന്തപുരം തീരത്ത് എത്താനുള്ള സാധ്യത വിദൂരമാണ്. ഉച്ചയോടെ കണ്ടെയ്നറുകൾ തീരത്ത് അടുത്തെത്തിയേക്കാം. കണ്ടെയ്നറിൽ എന്താണെന്ന വിവരം അധികൃതർ ഇതുവരെയായിട്ട് പുറത്തുവിട്ടിട്ടില്ല. സൾഫർ കലർന്ന ഇന്ധനമാണെന്ന സൂചനയുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 1:25 കപ്പൽ 26 ഡിഗ്രി ചരിഞ്ഞുവെന്നും കണ്ടെയ്നറുകളിൽ ചിലത് കടലിൽ വീണു എന്നുള്ള സന്ദേശം തീരസേനയുടെ രക്ഷാകേന്ദ്രത്തിൽ ലഭിച്ചത്. തുടർന്ന് പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് തീരസേനയുടെ ഡോണിയർ വിമാനങ്ങളും അതോടൊപ്പം തന്നെ പെട്രോൾ യാനങ്ങളായ ICGS-ഉം അർമേഷും അതോടൊപ്പം തന്നെ ICGS സക്ഷം എന്നിവയും നാവികസേനയുടെ പെട്രോൾ യാനമായ INS സുജാതയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു. ഇനി ആ കപ്പലിനകത്ത് എന്താണെന്നുള്ളത് കപ്പലിലെ ക്യാപ്റ്റനും അതോടൊപ്പം തന്നെ ജീവനക്കാരും ഇതുവരെയായിട്ട് പുറത്തുവിട്ടിട്ടില്ല. കാര്യം അത് ഒരു രഹസ്യവുമായി ബന്ധപ്പെട്ട അതീവ ഗൗരവം ഉളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കപ്പലിന്റെ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ടവർ, കപ്പൽ കമ്പനി തന്നെ അതിനകത്ത് എന്താണ് എന്നുള്ളത് വിശദമായി സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നേവിക്കും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിനും വിശദമായ ഒരു റിപ്പോർട്ട് നൽകിയതിനു ശേഷം മാത്രമേ തുടർ നടപടികളിലേക്ക് നേവിയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡും കടക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.